വളരെ രസകരവും നിഷ്കളങ്കവുമായ ഒരു കത്താണ് എൻ്റെ കയ്യിലുള്ളത്. കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ലഭിച്ചതാണ്. അതിലെ വരികൾ ഇങ്ങനെയാണ്: സ്കൂൾ ബസ് കയറാൻ നിൽക്കുന്ന കുട്ടികൾ ബൈ ആദി ശങ്കു പാച്ചു. രാവിലെ 8:30 മുതൽ 9 മണി വരെ നമ്മൾ ഉണ്ടാകും. ഈ കണ്ണാടി വഴിയിൽ നിന്ന് വീണ് കിട്ടിയതാണ്. ആരും എടുക്കരുത്, അതിൻ്റെ ഉടമസ്ഥൻ എടുത്തോളും. കുട്ടികൾ സ്കൂൾ ബസ് കയറാൻ വരുന്ന സമയത്ത് വഴിയിൽ നിന്ന് ഒരു കണ്ണട വീണ് കിട്ടി. ആ കണ്ണട അതിൻ്റെ ഉടമസ്ഥന് തന്നെ തിരിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി അവർ എഴുതി വെച്ച ഒരു കത്താണിത്. അപ്പോൾ രസകരമായ ഈ കുറിപ്പെഴുതിയ ആ കൂട്ടുകാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. കാസർഗോഡ് ചീമേനി കൂളിയാട് ഗവൺമെൻറ് ഹൈസ്കൂളിലെ കുട്ടികളാണ്, പെരിങ്ങാര സ്വദേശികളാണ്. അപ്പോൾ നമുക്ക് അവരെ ആദ്യം തന്നെ പരിചയപ്പെടാം. മക്കളെ പേരെന്താണ്? നവനീത്, ആദിദേവ്, ആര്യതേജി. എന്തായാലും നിങ്ങളുടെ കത്ത് വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലായിട്ടുണ്ട്. അപ്പോൾ എന്താ തോന്നുന്നത്? സന്തോഷം തോന്നുന്നുണ്ട്. നല്ല സന്തോഷം. പിന്നെ ഇത് കണ്ണട ഉടമസ്ഥനെ തിരിച്ചു കിട്ടി, അതിൽ നല്ലോണം സന്തോഷമുണ്ട്. കണ്ണട തിരിച്ചിട്ടതിന് സന്തോഷമുണ്ട്, ഉടമസ്ഥനെ കൊടുത്തതിന് സന്തോഷമുണ്ട്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ കണ്ണട കിട്ടിയത്? രാവിലെ സ്കൂൾ ബസ് കയറാൻ വരുന്ന സമയത്ത് എവിടെ നിന്നാണ് ഇത് കിട്ടിയത്? സ്കൂൾ ബസ് കയറാൻ വന്ന സമയത്തല്ല, പോകുമ്പോൾ വിട്ട് പോകുമ്പോൾ ആടെ സൈഡിലേ നടക്കുന്നത്, സൈഡിൽ കാട്ടിൽ ഉണ്ടായിന്. നേരെ പാച്ചു എടുത്തു. ചമ്മ നമുക്ക് രണ്ടാൾക്കും കാണിച്ചു തന്നു. ചമ്മ ഞാൻ പറഞ്ഞു അത് ആടെ വെച്ചേ എന്ന് പറഞ്ഞിട്ട് നടക്കാൻ പറഞ്ഞു. എന്നാലും ഓൻ പറഞ്ഞു എന്നോട് കത്ത് എഴുതിയേക്കാ, ആരെങ്കിലും വന്നിട്ട് എടുത്തോട്ട്. ചമ്മ ഞാൻ ബുക്കിന്ന് പേപ്പർ അടച്ചിട്ട് എഴുതി. പാച്ചുവിൻ്റെ ഒരു ബുദ്ധിയാണ്. എൻ്റെ ബുദ്ധി തന്നെ. അത് സന്തോഷമുണ്ട്. ഓണർക്കാനെ തിരിച്ചു കൊടുത്തു. മക്കളെ, അപ്പോൾ നമുക്കിങ്ങനെ സാധാരണ കുട്ടികൾ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നുകിൽ എടുത്തുകൊണ്ട് പോവുക, അല്ലെങ്കിൽ വഴിയിൽ കളയൊക്കെയാണ് ചെയ്യുക. നിങ്ങൾക്ക് അങ്ങനെ തോന്നാനൊരു ഉണ്ടായൊരു പ്രേരണ എന്താണ്? കണ്ണാടി അത് നല്ല ലെൻസ് ഉണ്ടായാൻ, അത് കാണുമ്പോൾ തന്നെ തിരിഞ്ഞ് അതിന് നല്ല പൈസ ഉണ്ടാവും വിചാരിച്ചിട്ട് നമ്മ എഴുതി വെച്ചാണ്. അത് പൈസ എന്നതിനപ്പുറത്ത് അത് ഉപയോഗിക്കുന്നവർക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടാണല്ലേ അതില്ലെങ്കിൽ? അവർ എപ്പോഴും രാവിലെ പത്രം വായിക്കുന്നതാണ്, കണ്ണാടി വെച്ചിട്ട് വായിക്കല്. അതൊരു ബുദ്ധിമുട്ടാവും കൂടി വിചാരിച്ചിട്ട്. അന്നേരം ആരെയും മനസ്സിലായില്ല ഇത് ആരുടെ കണ്ണടാണ്? ഇല്ല, അതുകൊണ്ടാണ് എഴുതി വെച്ചത്. അപ്പോൾ നിങ്ങളിങ്ങനെ ഈ നിങ്ങളുടെ ഒരു സത്യസന്ധതയൊക്കെ ഇങ്ങനെ കയ്യടി കിട്ടുകയാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ആ രീതിയിലേക്ക് ഒരു കത്തെഴുതുന്ന രീതിയിലേക്ക് നിങ്ങൾ വളർന്നു വന്നത്? ഇപ്പോൾ നിങ്ങൾ ബാലസംഘത്തിൻ്റെ പ്രവർത്തകരാണെന്നൊക്കെയാണ് ഇവിടുന്ന് നാട്ടുകാരൊക്കെ പറഞ്ഞത്. അതെ, പിന്നെ ഇത് ആരെയെന്ന് അറിയില്ലല്ലോ നമുക്ക്. അതുകൊണ്ട് ഇത് കത്ത് വായിച്ചിട്ട് ആരെങ്കിലും എടുത്താലോ വിചാരിച്ചിട്ട് അങ്ങനെ എഴുതി വെച്ചു. പിന്നീട് നിങ്ങൾ ഈ കത്തിന് എഴുതി വെച്ച് പോയതിന് ശേഷം ഈ കണ്ണട അതിൻ്റെ ഉടമസ്ഥന് കിട്ടിയോന്ന് അന്വേഷിച്ചോ? ഇല്ല, രാത്രി ആകുമ്പോൾ എല്ലാം ഇത് ഫുള്ള് ഫേസ്ബുക്കിലും വാട്സപ്പിലെല്ലാം വന്നു. എന്നിട്ട് പിറ്റേ ദിവസം ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ കുട്ടാട്ടെ നമ്മളെ വിളിച്ചിട്ട് ഫോട്ടോ എടുത്ത്. ഇന്നലെ പറഞ്ഞ് കണ്ണാടി കിട്ടി, ഇന്നലെ സാവിത്രിയമ്മ വൈകുന്നേരം സന്ധ്യയൊക്കെ വന്നിട്ട് എടുത്തിരുന്ന പറഞ്ഞു. കുട്ടാട്ടനാര് ഈ ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് പോസ്റ്റ് ഇട്ട അനിൽ കല്യാണി. കൂട്ടാണ്. സന്തോഷായി. നല്ല കുറച്ച് റീച്ചെല്ലാം ഉണ്ടായി, അത് സന്തോഷമായി. പിന്നെ ശിവൻകുട്ടി സാറ് ഇട്ടത് തന്നെ നല്ലോണം സന്തോഷമായി. അതാണ് വിദ്യാഭ്യാസ മന്ത്രിയാണ് നിങ്ങളുടെ ഫോട്ടോയും ഇതൊക്കെ എടുത്തിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ നല്ല സന്തോഷം. പക്ഷെ അതിൻ്റെ കമന്റ് ചിലതെല്ലാം സങ്കടപ്പെടുത്തി. അത് എഴുത്ത് ശരിയില്ല എന്നല്ല പറിച്ച് അത് ഞാൻ കൈമ വെച്ചിട്ട് എഴുതിനി. അതുകൊണ്ട് പേപ്പറിലല്ലേ കീറിനായിട്ട് 4 വടക്കിലാണ് എഴുതി. അന്നേരം അങ്ങോട്ട് അക്ഷരത്തിന് അതിലൊന്നും നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ. ഇത് എന്ത് സംഭവം വന്നു കഴിഞ്ഞാലും രണ്ടഭിപ്രായം പറയുന്നവരുണ്ടാവും. പക്ഷെ എല്ലാവരും നിങ്ങളുടെ ഈ സത്യസന്ധതയ്ക്ക് ഇങ്ങനെ കൈയടിക്കുകയാണ്. അപ്പോൾ അതുമാത്രം നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. അങ്ങനെ അധികം വിഷമിക്കൊന്നും വേണ്ട. അവരിത് വിഷമമുണ്ടോ? പാച്ചുവിൻ്റെയാണ് ഐഡിയ. വിദ്യാഭ്യാസ മന്ത്രി സ്കൂളിലെ നമ്പറൊക്കെ വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും വിളിച്ചിരുന്നോ? വിജീഷ് മാഷ് പറഞ്ഞു എന്നോട്, നമ്മളോട് 3 ആളോട് ഒരുമിച്ച് പറഞ്ഞു. മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി വിളിച്ചിട്ട് അഭിനന്ദനങ്ങൾ പറയാൻ പറഞ്ഞു. അമ്മോ, ഇതിൽ കൂടുതൽ പിന്നെന്താ വേണ്ടേ? പറഞ്ഞു വേണ്ട, നല്ലോണം സന്തോഷമായി. എത്ര ലക്ഷം കുട്ടികളുണ്ട് കേരളത്തിൽ, അതിൽ നിങ്ങളെ 3 പേരെ വിളിക്കുകയാണ്. അന്നേരം അതിനും കാട്ടി സന്തോഷമായി. ഏതായാലും കുട്ടികൾ അതിൻ്റെ ഉടമസ്ഥന് തന്നെ ഈ കണ്ണട കിട്ടണമെന്ന ഒരു
താല്പര്യത്തിൽ അതിൻ്റെ ഭാഗമായാണ് ഈ കത്തിങ്ങനെ എഴുതി വെച്ചത്. അപ്പോൾ സ്വാഭാവികമായും ഈ കണ്ണട കിട്ടിയ ആളെ കൂടി നമുക്ക് പരിചയപ്പെടണ്ടേ. അപ്പോൾ അതിൻ്റെ കണ്ണടയുടെ ഉടമസ്ഥൻ പെരിങ്ങാരയിലെ കൃഷ്ണേട്ടനാണ്. കൃഷ്ണേട്ട, ഈ കണ്ണട എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്? നഷ്ടപ്പെട്ട ഞാൻ എപ്പോഴും കീശിലിടല് വീണിട്ട് അങ്ങനെ അത് കിട്ടിയതാണ്. അതെ അല്ലേ, ഇത് കണ്ണട പെരുതി നടന്നോ? കുറച്ച് സമയം നടന്നതിന് ഞാൻ ആടെ അങ്ങോട്ട് വരുമ്പോൾ അങ്ങനെ കണ്ടു. അങ്ങനെ ഇവരെന്നോട് പറഞ്ഞു. ഇവിടെ എന്നിട്ട് പിന്നെ ഈ ബസ് സ്റ്റോപ്പിൽ വരുമ്പോൾ എന്താ ഈ കത്തും കണ്ണടയാണ് കണ്ടത്? കന്നഡ കണ്ടു, അല്ല കത്ത് ആദ്യം കണ്ടു, പിന്നെ കന്നഡ കൈമ കിട്ടി. അപ്പോൾ ഈ കത്ത് വായിച്ചപ്പോൾ ഒരു കൗതുകം തോന്നിയിട്ടാണോ അത് വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോയത്? കൗതുകം തന്നെയല്ല, കന്നഡ ഇല്ലല്ലോ, അപ്പോൾ ഇങ്ങനെ കാണാതുകൊണ്ട് അത് ആശ്ചര്യപ്പെട്ടു. പിന്നെ ഈ വീട്ടിൽ പോയി കത്ത് പിന്നെ മകൻ അനിൽ കല്യാണി ഫേസ്ബുക്കിൽ ഇട്ടതാണല്ലേ? ഈ കണ്ണട ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക് എന്ന് വെച്ചാൽ. അപ്പോൾ അത് ആ സമയത്ത് ഒരു വേവലാതിപ്പെട്ടിട്ടുണ്ടാവും. വേറെ കന്നഡ ഇല്ല, ഒന്ന് ഇതായിപ്പോയി. ഏതായാലും കുട്ടികളുടെ സത്യസന്ധതയാണ് തെളിയിക്കുന്നത്. നമ്മുടെ കുട്ടികളുടെ ഈ കത്തും ഈ കണ്ണട നഷ്ടപ്പെട്ട കഥയുമെല്ലാം തന്നെ അധികം വൈകാതെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായി. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നെ അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് കുട്ടികളെ അഭിനന്ദിക്കുകയും ചെയ്തു. സ്കൂളിലേക്ക് വിളിച്ച് നേരിട്ട് അഭിനന്ദിക്കുന്ന സാഹചര്യവും ഉണ്ടായി. ഏതായാലും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് പോലെ വിദ്യാഭ്യാസം കൊണ്ട് അറിവ് മാത്രമല്ല, സത്യസന്ധത കൂടിയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്, മനുഷ്യസ്നേഹം കൂടിയാണ് പഠിപ്പിക്കുന്നത്. കുട്ടികളെ വലിയ നമ്മുടെ സാമൂഹ്യ ജീവിയായി വളർത്തുകയാണ് ചെയ്യുന്നത് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. അത് തന്നെയാണ് ഈ കുട്ടികൾ തെളിയിക്കുന്നത്. ക്യാമറാമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.